അധ്യാപകരെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, ആർഷഭാരതത്തിൽ രൂപം കൊണ്ട ജീവനകലയായ യോഗ ഇന്ന് ലോകം മുഴുവൻ അംഗീകരിക്കുന്ന പ്രാധാന്യമേറിയ ഒരു മാനവിക സാംസ്കാര രൂപവൽക്കരണ കലയായി വളർന്നിരിക്കുന്നു. വേദോപനിഷത്തുകളിലും ഇതിഹാസങ്ങളിലും പരാമർശിക്കപ്പെട്ടിരിക്കുന്ന യോഗ 5000 വർഷങ്ങളുടെ പാരമ്പര്യം അവകാശപ്പെടുന്ന ഒരു കലയാണ്. ചേർച്ച എന്നർത്ഥം വഹിക്കുന്ന യോഗ പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് ബാഹ്യവും ആന്തരികവുമായ സൗഖ്യത്തിലൂടെ മനുഷ്യകുലത്തെയും മറ്റു സകല ജീവജാലങ്ങളെയും ചേർത്ത് പിടിച്ച് സന്തോഷലോകം കെട്ടിപ്പടുക്കാൻ കഴിയും വിധം ശക്തമാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി 2014 സെപ്റ്റംബർ 27 ഐക്യരാഷ്ട്രസഭ യോഗത്തിൽ അവതരിപ്പിച്ച പ്രമേയം ഐക്യകണ്ഠേന അംഗീകരിക്കപ്പെട്ട് ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനമായി പ്രഖ്യാപിക്കപ്പെടുകയായിരുന്നു. ഉത്തരാർദ്ധഗോളത്തിൽ വർഷത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ പകലെന്ന പ്രത്യേകത പേറുന്ന ദിനമാണ് ജൂൺ 21. കൃത്യനിഷ്ഠമായ യോഗാ പരിശീലനം മാനസികാരോഗ്യം മെച്ചപ്പെടുത്തും എന്നതിൽ ആർക്കും സംശയമുണ്ടാവില്ല. പ്രമേഹം, രക്തസമ്മർദ്ദം, ഹൃദയ സംബന്ധമായുള്ള അസുഖങ്ങൾ എന്നിങ്ങനെയുള്ള എണ്ണമറ്റ ജീവിതശൈലീ രോഗങ്ങളിൽ പെട്ടിരിക്കുകയാണ് ഇന്നത്തെ ലോകം. വിദ്യാർത്ഥികളിലെ പഠനവിരക്തി അകറ്റാനും ആധുനിക ഡിജിറ്റൽ ഉപകരണങ്ങളുടെ പിടിയിൽ നിന്നും അവരെ മോചിപ്പിക്കുവാനും ആത്മനിയന്ത്രണമുള്ളവരാക്കുവാനും യോഗാമൃതത്തിന് മാത്രമേ കഴിയൂ. വഴക്കമുള്ള, ഭംഗിയുള്ള, ആരോഗ്യമുറ്റ ശരീരം പ്രദാനം ചെയ്യുന്നതോടൊപ്പം തന്നെ എല്ലുകൾക്കും സന്ധികൾക്കും ബലം നൽകി സദാ യൗവനതുല്യമായ ജീവിതം നയിക്കുവാനും യോഗ നമ്മെ സഹായിക്കുന്നു. ഒരു ഭൂമി, ഒരു ആരോഗ്യം എന്നതാണ് ഈ വർഷത്തെ യോഗാദിന പ്രമേയം. പ്രകൃതിയോട് കൂടുതൽ അടുക്കുവാനും പരിസ്ഥിതിക്ക് ഗുണകരമായ ജീവിതശൈലി നയിക്കുവാനും യോഗ നമ്മെ സഹായിക്കുന്നു. നമ്മുടെ പെരുമാറ്റവും പ്രവൃത്തികളും യോഗയാൽ ശുദ്ധമാക്കി ആരോഗ്യസമ്പുഷ്ടമായ ഒരു ലോകം കെട്ടിപ്പടുക്കാൻ നമുക്ക് ഒരുമിക്കാം. നന്ദി. ജയ് ഹിന്ദ്.